എനിക്കറിയാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഒരുപാട് താമസിച്ചുകൊണ്ടെന്ന്, എങ്കിൽ പോലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെ ഒരു റസൽമേനിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം ഈ ഒരു 5 വർഷത്തിനിടെ, അതായത് ഇനിയും വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനിടെ ഇതുപോലൊരു റസൽമേനിയ അല്ലെങ്കിൽ ഇതുപോലൊരു WWE ഷോ നിങ്ങൾ കാണണമെന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ റസൽമേനിയയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. അത് ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കണ്ട പോലത്തെ ഒരു സംഭവമാണ്. കാരണം വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം വേറെ ലെവൽ. റോക്ക്, ജോൺ സിന, അണ്ടർടേക്കർ, ഈ ഒരു 3 പേരെ നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം ആ ഒരു സംഭവമാണ് നമ്മൾ കണ്ടത്. അത് ചെയ്തത് വേറെ ലെവൽ രീതി. ഡേ 1 എന്ന് പറയുന്നത് തട്ടിയും മുട്ടിയൊക്കെയാണ് പോയത്. ഞാൻ വെച്ചാൽ അതുപോലെ തന്നെ ആയിരിക്കും ഡേ 2 എന്ന്. പക്ഷേ ഡേ 2 എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക്, അതായത് നമ്മളൊരു സിനിമയുടെ റിവ്യൂ ഒക്കെ പറയത്തില്ല, അതുപോലെ പറയേണ്ടി വരും. കാരണം വേറെ ലെവൽ ഒരു സംഭവം എന്ന് പറയും. ഡാമിൻ പ്രീസ്റ്റ് ചാമ്പ്യൻ ആകണം എന്നുള്ളത് എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമാണ്. കാരണം അദ്ദേഹം വളരെ ടാലൻ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാറാണ്. പക്ഷേ ഇങ്ങനെ ടാലൻ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർസിനെ ഒന്നും കൊണ്ടുവരത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം എന്നുള്ളത്. പക്ഷേ ഫൈനലി ഡാമിൻ പ്രീസ്റ്റിന് ആ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ചാമ്പ്യനായിരിക്കുന്നു. എന്തായാലും ഡ്രൂ മെക്കിൻ്റെറിന് ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പോകണമെന്ന് വെറുതെ അവിടെ കിടന്ന് പട്ടിഷോ കാണിച്ച് അവസാനം ചാമ്പ്യൻഷിപ്പും പോയി, എല്ലാം പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയായി. എന്തായാലും ഡാമിൻ പ്രീസ്റ്റിൻ്റെ ആ ഒരു ചാമ്പ്യൻഷിപ്പ് വിന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കും. എന്തായാലും നമ്മൾ ഫൈനൽ രീതിയിലേക്ക്, അതായത് ആ ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം പോലത്തെ ഒരു ക്ലൈമാക്സിലേക്ക് നമുക്ക് പോകാം. അതായത് ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. ജെ യൂസോ, ജിം യൂസോ, സോളോ സിക്കാവോ, ജോൺ സിന, റോക്ക്, അണ്ടർടേക്കർ, എന്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഇതുപോലൊരു WWE ഷോ, അതായത് ഇതുപോലൊരു സെഗ്മെൻറ്റ് നമുക്കിനിയും കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു 3-4 വർഷത്തിനിടെ കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. എന്തായാലും ഉറപ്പായിട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. റസൽമേനിയ 40 ഡേ 2 വേറെ ലെവൽ ഷോ ആണ്. സോ ഒന്നും പറയാനില്ല. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. എന്തായാലും ഒരു റസൽമേനിയ ഡേ 2 പ്രത്യേകിച്ച് കഴിഞ്ഞാൽ എൻഡിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. സോ അതുകൊണ്ട് സംസാരിച്ചെന്നുള്ളൂ. വളരെ ചെറിയ, അതായത് വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ്, ജസ്റ്റ് ഒരു ബ്രീഫ് പോലെ പറഞ്ഞതേ ഉള്ളൂ.